ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കുള്ളൊരു അനുഭവമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് സ്വയം അധ്വാനിച്ച് വല്ലാതെ പണിപ്പെട്ട് പ്രയത്നിച്ച് ഒരു ഭേദപ്പെട്ട ജീവിതം കെട്ടിപ്പടുത്തവരായിരിക്കും നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും. അങ്ങനെ പട്ടിണിയിൽ നിന്ന് ഉയർന്നു വന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ സ്നേഹവും ആരാധനയും പിടിച്ചുപറ്റിയ ഒരു ലോകപ്രശസ്തൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അമ്മയുടെയും മകൻ്റെയും കഥയാണ്. പോർച്ചുഗലിലെ മഡൈറയിലാണ് ഈ ചെറുപ്പക്കാരൻ ജനിച്ചത്. കൗമാരത്തിൽ അമ്മയും മകനും താമസിച്ചിരുന്ന ഒരു ഒറ്റമുറി വീട്ടിലായിരുന്നു. കൊടും പട്ടിണി എന്ന് പറഞ്ഞാൽ ചുറ്റും നല്ല പട്ടിണി. പക്ഷെ ഒരു നാൾ ആ ചെറുപ്പക്കാരൻ ഈ പട്ടിണിക്കെല്ലാം പകരം ചോദിച്ചു. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഫുട്ബോൾ കൊണ്ട് കവിത എഴുതുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അമ്മ ഡൊലോറസിൻ്റെ 4ാമത്തെ മകനായിട്ടാണ് ക്രിസ്ത്യാനോ ജനിച്ചത്. ക്രിസ്ത്യാനോയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഈ കുട്ടി അബോർട്ട് ചെയ്ത് കളഞ്ഞേക്കുമെന്ന് ഡോക്ടർ ഡൊലോറസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഡൊലോറസ് അതിന് തയ്യാറായില്ല. നാളെ ലോകമറിയേണ്ട ഫുട്ബോളറാണ് തൻ്റെ വയറ്റിൽ കിടക്കുന്നതെന്ന് അമ്മ ഡൊലോറസിന് അറിയില്ലല്ലോ. കടുത്ത മദ്യപനായിരുന്നു ക്രിസ്ത്യാനോയുടെ അച്ഛൻ മരിച്ചത് പിന്നെ അമ്മയും ക്രിസ്ത്യാനോയുമാണ് സകല പ്രതിസന്ധിയും ഒരുമിച്ച് നേരിട്ടത്. പട്ടിണിയും പരിവട്ടവുമായി ആ ചെറിയ കുടുംബം മുന്നോട്ട് പോയി. എന്നാൽ തൻ്റെ മകൻ ലോകം കീഴടക്കുന്നത് കണ്ട് ബോധരഹിതയായിട്ടുണ്ട് ഈ അമ്മ ഡൊളോറസ്. എൻ്റെ മാച്ചുകൾ അമ്മയ്ക്ക് കാണാൻ സാധിക്കില്ല, കണ്ടാൽ അത് അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ക്രിസ്ത്യാനോ തന്നെ ഒരിക്കൽ പറഞ്ഞു. ഒന്നുമില്ലായ്മയിൽ നിന്ന് തൻ്റെ മകനിപ്പോൾ എത്തി നിൽക്കുന്നത് എത്ര ഉയരത്തിലെന്ന് ആ അമ്മയ്ക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുക. കാരണം ഈ മകൻ കടന്നു വന്ന പട്ടിണിയുടെ വഴികളൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് ആ അമ്മയ്ക്ക് മാത്രമാണ്. ഇന്ന് മഡൈറയിലെ വിമാനത്താവളം പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ്. നമ്മുടെ വളർച്ചയുടെ ഓരോ ഇഞ്ചും മനസ്സിലാക്കുക ഏറ്റവും മോശം സമയത്ത് നമുക്കൊപ്പം സഞ്ചരിച്ചവർക്കായിരിക്കും, പ്രത്യേകിച്ചും നമ്മുടെ മാതാപിതാക്കൾക്ക്. അവരാണല്ലോ നമ്മുടെ പട്ടിണിയുടെ പാരമ്യം എന്താണെന്ന് തീർത്തും അറിഞ്ഞതും അനുഭവിച്ചതും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥയും അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾക്കായിരിക്കും നമ്മുടെ വളർച്ചയുടെ ആകാശം മനസ്സിലാവുക. കാരണം നമ്മുടെ പതനത്തിൻ്റെ ആഴം, പട്ടിണിയുടെ ആഴം എപ്പോഴും കണ്ടു പരിചയിച്ചവർ അവർ മാത്രമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.